നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. വളരെ കാലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കാത്തിരുന്ന ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ LICയുടെ IPOയുടെ വരവ്. എന്തായാലും ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. 2019 ബജറ്റ് സ്പീച്ചിൽ അന്ന് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻജി പ്രഖ്യാപിച്ചതാണ് LICയുടെ ഈ വിൽപ്പന. അതിൻ്റെ പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് മാറ്റിവെക്കാം, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം. ഇപ്പോൾ ഏതായാലും 5% ഓഹരികൾ മാത്രമാണ് വിൽക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ആയിരിക്കാം ഒരുപക്ഷെ വിൽപ്പന ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പം 5% ഓഹരികൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ റേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ നിന്ന്. നമുക്കപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ആയിരിക്കും. നമുക്ക് അറിയാം, കഴിഞ്ഞ നവംബർ മാസത്തിൽ പേടിഎം 18,300 കോടി രൂപയുടെ ഒരു ഇഷ്യൂ ആണ് നടത്തിയത്. പക്ഷേ അത് ലിസ്റ്റ് ചെയ്തപ്പോൾ കുറഞ്ഞു പോയ ഒരു ഇഷ്യൂ ആണ്. എന്നാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഇഷ്യൂ, LICയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് അതുപോലെ ഒന്നും വരായിരിക്കില്ല. ഇത് ഒരു മെഗാ ഇഷ്യൂ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഇത് അന്താരാഷ്ട്ര സമൂഹം തന്നെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. LIC ഓഫ് ഇന്ത്യയെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. LICയെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല എന്നുള്ളൊരു നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും 1.35 മില്യൺ അല്ലെങ്കിൽ ദശലക്ഷം ഏജൻസ് തന്നെ LIC ഓഫ് ഇന്ത്യക്കുണ്ട് അല്ലെങ്കിൽ LICക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ബാക്കിയുള്ള എല്ലാ പ്രൈവറ്റ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളും കൂടി ചേർന്നാൽ അവരുടെ AUM ഉണ്ടല്ലോ, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, അത് LIC ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 3.3 ഇരട്ടിയാണ് LICക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കമ്പനികളും കൂടി ചേരുമ്പോൾ, അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനി LIC കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയുമായിട്ട് നോക്കുകയാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 16.2 ഇരട്ടിയാണ് LICയുടെ വലിപ്പം എന്ന് പറയാം. അപ്പോൾ LICയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് LIC എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചോ ഇല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മളെല്ലാവരും പോളിസി ഹോൾഡേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ LIC അറിയാത്തവരാരുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തെങ്കിലും ഒരു LIC ഏജൻ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആഗോള തലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആൻഡ് മോസ്റ്റ് വാല്യുബിൾ ഗ്ലോബൽ ഇൻഷുറൻസ് ബ്രാൻഡ് എന്നുള്ള ഒരു പേര് ഈ LIC ഓഫ് ഇന്ത്യക്കുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ബ്രാൻഡിന്, ഇൻഷുറൻസ് ബ്രാൻഡിനുണ്ട്. 3rd സ്ട്രോങ്ങസ്റ്റ് മോസ്റ്റ് വാല്യുബിൾ ഗ്ലോബൽ ഇൻഷുറൻസ് ബ്രാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു വലിയ കമ്പനിയെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും നമുക്ക് കടക്കേണ്ടതില്ല. ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4ാമത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. HDFC ലൈഫ് നമുക്കറിയാം, ICICI പ്രൊഡൻഷ്യൽ ഉണ്ട്, SBI ലൈഫ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതിലേക്കാണ് LIC കൂടി വരാൻ പോകുന്നത്. അപ്പോൾ LIC കൂടി വരുന്നതോടുകൂടി പ്രധാന ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ LIC വരാൻ പോവുകയാണ്. 1 ലക്ഷം കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. LICയുടെ ഈ ആദ്യഘട്ട വിൽപ്പനയിൽ 5% ഓഹരികൾ മാത്രമാണ് വിൽക്കുന്നത്. ഈ 5% ഓഹരി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഓഫർ ഫോർ സെയിലാണ് എല്ലാം. അതായത് ഫ്രഷ് ഓഹരികളൊന്നുമില്ല, പുതിയ ഓഹരികളൊന്നുമില്ല, മുഴുവനായിട്ടും ഓഫർ ഫോർ സെയിലാണ്. ഗവൺമെൻറ്റിൻ്റെയാണ് പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും അതിൻ്റെ പ്രൊമോട്ടറായിട്ട് കാണുക. പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള 5% ഓഹരികൾ മാത്രമാണ് ഇപ്പോൾ വിറ്റഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം 31.62 കോടി ഓഹരികളാണ് വിറ്റഴിക്കുന്നത്. 31.62 കോടി ഓഹരികളാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. 1 lakh crores ആണ് അതുവഴി കമ്പനി റേസ് ചെയ്യുന്നത്. LICയുടെ നെറ്റ് പ്രോഫിറ്റ് 2021 ധനകാര്യ വർഷത്തിൽ 2,974.1 കോടി എന്നാണ് കാണുന്നത്. അതായത് ക്രമമായിട്ട് ആ പ്രോഫിറ്റിൽ വർധനവ് കാണിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു കമ്പനിയാണിത്.
LICയുടെ IPOയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓഹരി വിപണിയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നുള്ളതാണ്. ഓഹരി ബ്രോക്കർമാർ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർമാരെല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ്. കാരണം LICയുടെ ഈ IPOയിൽ 10% ഓഹരികൾ പോളിസി ഹോൾഡേഴ്സിനാണ് അവർ റിസർവ് ചെയ്യുന്നത്. പോളിസി ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ പോളിസി ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ LICയുടെ പോളിസി ഹോൾഡേഴ്സ് എത്രയാണെന്ന് നമുക്ക് തന്നെ പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു സമൂഹം തന്നെ LIC ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ 10% പേർക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ ഷെയർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പുതിയ സ്കീമുകളുമായിട്ട് LIC അപ്ലൈ ചെയ്യാനായിട്ട് പുതിയ സ്കീമുകളുമായിട്ട് വരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വിപണിയിൽ ഒരു തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ IPO. എന്തായാലും മാർച്ച് മാസത്തിലാണ്, അടുത്ത മാസമാണ് ഇതിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കുക. അതിൽ 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. 35% റീറ്റെയിലേഴ്സിന് ലഭിക്കും. അതിൽ 10% പോളിസി ഹോൾഡേഴ്സിനാണ്. 5% ഈ കമ്പനിയുടെ എംപ്ലോയീസിന് റിസർവേഷൻ ഉണ്ട്. അതിൽ അവർക്ക് ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും ഷെയർ കിട്ടുക എന്നുള്ളതും വളരെ അധികം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കി 50% ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% ഷെയർസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലാത്ത നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് HNIസിനുമാണ് ഒരു കമ്പനി കൊടുക്കുന്നത് സെബിയുടെ കണക്കനുസരിച്ച്. അപ്പോൾ ഇത് വളരെയധികം ഒരു രസകരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. എല്ലാവരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ KFIN ടെക്നോളജീസ് ആണ് ഇതിൻ്റെ രജിസ്ട്രാർ. 10ഓളം ലീഡ് മാനേജേഴ്സും കമ്പനിയുടെ ഇഷ്യൂ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെയധികം താല്പര്യപൂർവ്വം തന്നെ ഇത് അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഇഷ്യൂ നടന്ന് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, മാർച്ച് മാസത്തിൽ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് മാറുകയാണ്. അതായത് റിലയൻസ്, TCS, HDFC ബാങ്ക് എന്നൊക്കെ പറയുന്ന ടോപ്പ് ഷെയർസിൻ്റെ കൂട്ടത്തിലേക്ക് LIC വരും എന്നുള്ളത് എന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഈ ഒരു കമ്പനിയുടെ ഇഷ്യൂ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും അടുത്ത മാസമാണ് ഇഷ്യൂ. അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റും ക്ലോസ് ചെയ്യുന്ന ഡേറ്റും പ്രൈസ് ബാൻഡും അറിവായിട്ടില്ല. പ്രൈസ് ബാൻഡ് മിക്കവാറും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 400 രൂപയ്ക്കും 600 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും അതിൻ്റെ പ്രൈസ് ബാൻഡ് വരിക എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് എന്തായാലും വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഞാൻ അറിയിപ്പ് നൽകുന്നതാണ്. എന്തായാലും മാർച്ചിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഇഷ്യൂ ഓപ്പണിംഗ് സമയത്തായിരിക്കും ലഭിക്കുക. എന്തായാലും നമുക്കപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ IPOയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.